നമ്മളൊരുപാട് ആസ്വദിച്ച് ചെയ്തതല്ലേ, അതിന് മറ്റുള്ളവർക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അവർക്കെന്തായാലും നമ്മൾ അനുഭവിച്ച ഒരു സുഖം അവർക്കുണ്ടായാൽ നമ്മുടെ അധ്വാനം സന്തോഷമായി. എല്ലാവരും നിൽക്കണ ചോദ്യങ്ങൾ. മുരളി ഗോപി എന്നുള്ള നടൻ്റെ കൂടെ ഓപ്പോസിറ്റ്, അതും ഏറ്റവും അധികം കോമ്പിനേഷൻസ് അദ്ദേഹത്തോടെയാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. മുരളിച്ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഓരോ സീൻ ചെയ്യുമ്പോഴും അതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഇരുന്ന ഡയലോഗ്സ് വായിക്കുക, അതൊന്നും ഞാൻ സെറ്റിലേക്ക് വരുമ്പോൾ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഒരു കുറച്ച് ഡൗട്ട്ഫുള്ളായിരുന്നു എനിക്ക്. ആൾ പേഴ്സണലി പരിചയമില്ല. പിന്നെ ഹി ഹാസ് എ ഡിഫറെൻറ്റ് ഇമേജ് ഓൾ ടുഗെദർ. അവിടെ വന്നപ്പോൾ ഇന്ദ്രൻസേട്ടനെ പോലെ തന്നെ വളരെ പാവം പിടിച്ചൊരു മനുഷ്യനാണ് മുരളി ഗോപി എന്നുള്ളൊരു ഇമേജാണ് വന്നത്. അപ്പോൾ എല്ലാ സീനിനും മുന്നിൽ ദർ വാസ് എ പ്രോപ്പർ ഡിസ്കഷൻ ഹാപ്പനിങ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മോളെ വിളിക്ക് ശേഷമുള്ള ആ സീൻ, അതിനെന്തായിരുന്നു പ്രത്യേകത? അതിനുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള സീൻസിനായിരുന്നു. ഇത് ഫോൺ കോൺവെർസേഷൻ ആയതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. അത് സാഗറായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ചേട്ടാ, വീണ്ടും ഈ ആളുകളിലേക്ക് നല്ല കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ നന്മ തന്നെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം കൂടി പറയുന്ന ഒരു സിനിമ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥാപാത്രം? വളരെ എനിക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു അത് ഡയറക്റ്റ് അത് പറയുമ്പോൾ തന്നെ. പിന്നെ മുരളി സാറ് കൂടെ ഉണ്ടെന്നുള്ളൊരു വേറൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഓരോ സീനും അത്രയും തനിച്ചെത്തി ചെയ്യുന്ന ആളാണ്. നമ്മളെയും അതുപോലെ തന്നെ ആ ഒരു താളത്തിലേക്ക് കൊണ്ടുവരും. അത് വലിയ സഹായവും സപ്പോർട്ടുമായി. പിന്നെ ആ ഒരു കോമ്പിനേഷൻ ആളിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രത്യേക കഥാപാത്രം. ഇത്രയും വലിയ ശരീരമൊക്കെ ഉള്ള ഒരാൾ. അയ്യോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ ഭരത് ഗോപി ആക്റ്റീവായിരുന്ന സമയത്തും ഏട്ടൻ സിനിമയിൽ സജീവമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ എത്രത്തോളം ട്രേറ്റ്സ് അല്ലെങ്കിൽ സാമ്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ? ചില ചലനങ്ങളും റിയാക്ഷനൊക്കെ അതുപോലെ തന്നെ. അത്രയും ഭയങ്കര വളരെ ചെറുതായിട്ട് എത്ര സമയവും ഡയലോഗില്ലാതെ എത്ര സമയവും സ്ക്രീനിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് മുരളി സാറ് പറയും. നമുക്ക് വളരെ നിശബ്ദമായിട്ടുള്ള ചില റിയാക്ഷനൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗോപി സാറിൻ്റെ തന്നെ. അത് ഇദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഈ പടത്തിൽ രണ്ടോളം അല്ലേ. ഈ ഒരുപാട് കാലത്തിന് ശേഷം കുറച്ച് ഹ്യൂമർ ടച്ചൊക്കെ ഉള്ള ഒരു വേഷം, അതും വളരെ സട്ടിലായിട്ട് അണ്ടർപ്ലേ ആയിട്ടുള്ള ഹ്യൂമർ. അത് അങ്ങനത്തെ ഒരു വേഷം വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? അങ്ങനെ ഒരു കാത്തിരിപ്പൊന്നല്ല, നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം സാഗർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. സാഗറിൻ്റെ എല്ലാ സിനിമകളിലും എന്നെ പങ്കെടുപ്പിക്കാൻ സാഗർ ശ്രമിക്കാറുണ്ട്, ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സാഗർ വിളിച്ചപ്പോൾ ഞാൻ ഇതുവരെ ചേട്ടനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു വേഷം തരണ്ടെന്നൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ വളരെ കുറച്ച് വ്യത്യാസമുള്ളൊരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസൊക്കെ എനിക്ക് 100% എൻജോയ് ചെയ്തു. ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെ മുരളി ചേട്ടൻ്റെ സീക്വൻസിൽ ഇന്ദ്രൻ ചേട്ടൻ എൻജോയ് ചെയ്തോ അതുപോലെ തന്നെ ഞാൻ ഇന്ദ്രൻ ചേട്ടൻ്റെ സീക്വൻസുകൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തതാണ്. കാരണം നമ്മൾ സീനിയർ ആക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാം ഒരു ലേണിംഗ് തന്നെയാണ്. മുരളി ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ സിനിമയിൽ പറ്റിയിട്ടില്ല. അടുത്തതിലൂടെ സാധിക്കും, കോമ്പിനേഷൻസ് ഉണ്ടായില്ല. അടുത്തതിലൂടെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സാഗർ സഹായിക്കും. സാഗർ 2 ക്രൈം ജോണറിൽ വരുന്ന സിനിമകൾക്ക് ശേഷം വരുന്ന സിനിമയാണ് കനകരാജ്. അപ്പോൾ ഇവിടെയും ക്രൈം വളരെ ചെറുതായിട്ടേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി മനുഷ്യത്വമാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ വട്ടം അങ്ങനെ ആവണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. ലൈറ്റ് സബ്ജക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെയും പണ്ടുതൊട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ശരത്തേട്ടൻ വന്ന് പട ഏറ്റെടുത്തപ്പോഴാണ് ഇത് ഓണായത്. പിന്നെ ഫസ്റ്റ് കഥ കേൾക്കുന്ന എനിക്കൊന്ന് ഇൻട്രസ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയത്, എൻ്റെ സ്ക്രിപ്റ്റൊന്നും ഇല്ലായിരുന്നു. കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് മുരളിച്ചേട്ടനോട് പറയുന്നത് എനിക്കൊന്ന് ഷൂട്ടിന് 1 മാസം മുമ്പാണ് മുരളിച്ചേട്ടനോട് പറയുന്നത്. അങ്ങനെ മുരളിച്ചേട്ടനും പടത്തിലേക്ക് വന്നു. ഇത് സംഭവിച്ചു. ഇനി വെള്ളിയാഴ്ച എല്ലാവരും ഇനി തിയേറ്ററിൽ കാണട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു 3ാമത്തെ തവണയും സാഗർ ചേട്ടനോട് കൂടെ ഒരുമിക്കുന്നു? രണ്ടാമത്തെ തവണയും സാഗർ ചേട്ടനോട് കൂടെ ഒരുമിക്കുന്നു.
ഈ പറഞ്ഞ ശ്രീവിദ്യയിലൊരു ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലും അതുപോലെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ളത്. അതിനെ കുറച്ചുകൂടി വലിയ വേർഷൻ ഇനി അടുത്ത സിനിമയിലെങ്ങാനും കാണാൻ പറ്റും? അത് എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട് സിനിമയിൽ. ഈ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂ എല്ലാവരും എനിക്ക് അറിയുന്ന ആളായിരുന്നു. ഇവർ സാഗർ പടം ഞാൻ ഒരു പടത്തിൽ വർക്ക് ചെയ്താണ്, എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. പിന്നെ ഇവിടെ ലിയോണി ചേച്ചി പുതിയതായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. ഇന്ദ്രൻ സാറിനെ ഞാൻ സിനിമയിൽ തുടങ്ങുന്ന സമയത്ത് ഒരു പഴയ ബോംബേതിയിൽ ഇന്ദ്രൻ സാറിൻ്റെ മോളായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വരുന്നതോടെ ഞങ്ങൾ കോമ്പിനേഷൻ സീൻസ് നല്ലൊരു സിനിമയുണ്ട്, പക്ഷേ സെറ്റിലുണ്ടായിരുന്നു. പിന്നെ മുരളീച്ചേട്ടൻ്റെ ഒക്കെ അഭിനയമൊക്കെ അടുത്ത് കാണാൻ പറ്റി. പിന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു, വർക്ക് ചെയ്യാനൊക്കെ അടിപൊളിയായിരുന്നു. ഔട്ട് പറയേണ്ടത് നിങ്ങളാണ്. ഫിസിക്കലി കൂടി കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ. കുറച്ചും കൂടി ഫിസിക്കലായിട്ടും കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താനുള്ള അത് എത്ര നടത്തങ്ങൾ കാണിച്ചു കൊടുത്തു സാഗറിന്? ശരിക്കും അത് അങ്ങനെ സംഭവിച്ചായിരുന്നു. സാഗർ ശരിക്കും സബ്ജക്റ്റ് പറഞ്ഞ് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ആക്ടേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അത് നിങ്ങൾ കണ്ടല്ലോ. അതെ അതെ, ഒരു ഇന്ദ്രൻസിൻ്റെയും വേറൊരു ഇന്ദ്രൻസ്, വേറൊരു മുരളി ഗോപി, വേറൊരു അത് വേറൊരു ലേവണ. ഇനി കാരണം വെച്ചാൽ ഒരു കുടുംബമായി വേറൊരു ജോണറിൽ ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു അജിത് വിനായക ഫിലിംസ് ഇപ്പോൾ ഗഗനചാരി വന്നു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ അവരുടെ സിനിമകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ രണ്ട് സിനിമകൾ അടുത്തടുത്ത് വന്ന ഈ രണ്ട് സിനിമകൾ വരുന്ന രണ്ട് സിനിമകൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ സിനിമകൾക്ക് കൈ കൊടുക്കാൻ തയ്യാറാവുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നത് ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരു ഭാഗ്യം തന്നെയാണ്, ഇൻഡസ്ട്രിക്ക് വലിയൊരു ഭാഗ്യം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്ടേഴ്സിനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ച ഒരു സിനിമയല്ലേ. ഒരു അതെന്തായാലും എനിക്ക് തോന്നുന്നു സിനിമ തിയേറ്ററിൽ വന്ന് ഇതിൻ്റെ ഈ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതിനിയും പ്രേക്ഷകരെല്ലാവരും കണ്ട് അതുപോലുള്ളൊരു വിധി എഴുതിയാൽ വളരെ സന്തോഷം. അത് ഇതൊരു കുറേ കാണാത്തൊരു ജോണർ. തിയേറ്ററിലേക്ക് വന്ന് തന്നെ ഈ സിനിമ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. കാരണം അത്രയും വലിയ എഫേർട്ട് ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കുടുംബമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന രണ്ട് എന്താ പറയുക കനകരാജ്യം തന്നെ ഉണ്ടാവട്ടെ. ശരി, ഓക്കെ, താങ്ക് യു.